നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ മെയ് റേഷൻ ഒരുമിച്ച് വിതരണം ചെയ്യും. ആർക്ക് എത്ര ലഭിക്കുമെന്നും പൂർണ്ണമായ വിവരങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. സംസ്ഥാന സർക്കാർ എടുത്ത പുതിയ തീരുമാനപ്രകാരം ഏപ്രിൽ 4 മുതൽ റേഷൻ വിതരണം ആരംഭിക്കും. ആദ്യമായി 3 മാസത്തേക്കുള്ള വിഹിതം ഒരുമിച്ച് നൽകാനായിരുന്നു പദ്ധതി. പക്ഷേ റേഷൻ കടകളിൽ സ്റ്റോക്ക് സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതി കാരണം ഇത് 2 മാസമായി ചുരുക്കി. അതായത് ഏപ്രിൽ വിഹിതം, മെയ് മുൻകൂർ വിഹിതം രണ്ടും ഒരുമിച്ച് ലഭിക്കും. വിതരണം ലഭ്യമാകുന്ന കാലയളവ് ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെയായിരിക്കും. എന്തുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നു? ഇത് സാധാരണ തീരുമാനമല്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം, ഇന്ധനക്ഷാമ സാധ്യത, ഭക്ഷ്യക്ഷാമം ഒഴിവാക്കാനുള്ള മുൻകരുതലാണ്. ഇവയെല്ലാം കണക്കിലെടുത്താണ് സർക്കാർ ഈ നടപടി എടുത്തത്. അതാണ് ഭക്ഷണം മുൻകൂട്ടി ഉറപ്പാക്കുക എന്ന സമീപനം വന്നിരിക്കുന്നത്. മഞ്ഞ കാർഡ്, അതായത് AAY ഗുണഭോക്താക്കൾക്ക് മഞ്ഞ കാർഡ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഏപ്രിൽ മെയ് വിഹിതം ചേർത്ത് 60 കിലോ അരി സൗജന്യമായിട്ടും 4 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് മുൻകൂർ വിതരണമാണെന്ന് ശ്രദ്ധിക്കണം. പിങ്ക് കാർഡ്, അതായത് PHH കാർഡുകാർക്ക് ഓരോ അംഗത്തിനും 8 കിലോ അരി സൗജന്യമായിരിക്കും, 2 കിലോ ഗോതമ്പും സൗജന്യമായിരിക്കും. 4 അംഗങ്ങളുള്ള കുടുംബത്തിന് ഗോതമ്പിന് പകരം 8 പാക്കറ്റ് ആട്ട വരെ ലഭിക്കും. 4-ൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ ഓരോ അധിക അംഗത്തിനും 2 കിലോ ഗോതമ്പ് അധികം ലഭിക്കുന്നതായിരിക്കും. നീല കാർഡുകാർക്ക് ഓരോ അംഗത്തിനും 4 കിലോ അരി 4 രൂപ നിരക്കിലും കൂടാതെ 5 കിലോ അധിക അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. ആട്ട 2 മുതൽ 6 കിലോ വരെ ലഭിക്കുന്നതായിരിക്കും. 17 രൂപ നിരക്കിലായിരിക്കും. സ്റ്റോക്ക് അനുസരിച്ചാണ് ഇവർക്ക് ലഭിക്കുന്നത്. വെള്ള കാർഡ്, അതായത് APL കാർഡുകാർക്ക് 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ഈ 2 മുതൽ 6 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. സ്റ്റോക്ക് അനുസരിച്ച് ലഭ്യത മാറുന്നതായിരിക്കും. ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്നവർക്കും ഏപ്രിൽ മെയ് വിഹിതം ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. മണ്ണെണ്ണ വിതരണം ഏപ്രിൽ മുതൽ ജൂൺ വരെയായിരിക്കും. വൈദ്യുതി ഉള്ള വീടുകൾ മഞ്ഞ കാർഡിന് 1 ലിറ്ററും മറ്റു കാർഡുകാർക്ക് 1/2 ലിറ്ററുമായിരിക്കും ലഭിക്കുക. വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ 6 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി പൊതുവിതരണ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ NIC-യുടെ സഹായത്തോടെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത് വിതരണത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സമയത്തിനുള്ളിൽ റേഷൻ വാങ്ങുക, സ്റ്റോക്ക് ലഭ്യത ശ്രദ്ധിക്കുക, കാർഡ് ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് പരിശോധിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നൽകുക. നന്ദി, നമസ്കാരം.